ശ്രീ വി മുരളീധരൻ പാർലമെൻറ്റിലും ഒക്കെ ആ, പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മന്ത്രിയായിട്ടൊക്കെ അവിടെയൊക്കെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ കേരളം പോലൊരു സവിശേഷമായ സാഹചര്യത്തിൽ ആദ്യമായി ഒരു BJP പ്രതിനിധിയായിട്ട് നിയമസഭയിലേക്ക് വരുമ്പോൾ എന്താണ് മനസ്സിലുണ്ടായത്? അല്ല, അങ്ങനെ വലിയൊരു ഇതൊന്നുമില്ല. കാരണം ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗമായിരുന്നു എന്നുള്ളതിന് അപ്പുറത്ത് പാർലമെൻ്ററി കാര്യ വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ നടപടിക്രമങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണയുള്ളതുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ളതും എഴുതപ്പെട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ധാരണയുള്ളതുകൊണ്ട് നിയമസഭയിൽ എന്ത് നടക്കും, എന്ത് നടക്കില്ല, എന്താ അവിടുത്തെ രീതി, ഇതൊക്കെ ഏതാണ്ട് ഒരു ധാരണ മുൻകൂട്ടി ഉണ്ടായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഒരു അവിടെ ചെന്നപ്പോൾ മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയും കാലം കേന്ദ്ര സർക്കാരിനെതിരായും ഇന്ത്യയുടെ പാരമ്പര്യത്തിനെതിരായും ഉൾപ്പെടെ അവിടെ ആരും ചോദ്യം ചെയ്യാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിലാണ് കോൺഗ്രസും CPM-ഉം മുസ്ലിം ലീഗുകാരും ഒക്കെ പറഞ്ഞിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നേരിട്ട് കേൾക്കുന്ന ഒരു അനുഭവം ഇത്തവണ ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് BJP കേരളത്തിൻ്റെ നിയമസഭയിൽ കൂടുതൽ ശക്തി ആർജിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൂടുതൽ ബോധ്യം വന്നു. നിയമസഭയിൽ കാലങ്ങളായിട്ട് പല ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ വഞ്ചനകളെ കുറിച്ചൊക്കെ ഒരു ചർച്ച വരുന്നതും പിന്നീട് അത് കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു ചർച്ച നേരത്തെ എങ്ങും ഉണ്ടായിട്ടേ ഇല്ല. എൻ്റെ ധാരണയിൽ ഞാനും കേട്ടിട്ടില്ല. അതുകൊണ്ട് അന്നത്തെ ഈ വന്ദേ മാതരത്തെയും ഭാരതാംബയെയും ഒക്കെ അപഹസിച്ചുകൊണ്ട് നടത്തിയ പരാമർശങ്ങൾ, ആ പരാമർശമാണ് ഞാൻ സംസാരിക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ ആ വിഷയം ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ എനിക്ക് തൊട്ട് മുമ്പ് സംസാരിച്ച ഒരു ബഹുമാന്യനായിട്ടുള്ള അംഗം, അദ്ദേഹം ഈ കാര്യം പറഞ്ഞപ്പോൾ വസ്തുതകൾ ശരിയായിട്ടുള്ള രീതിയിൽ വെക്കണം എന്നെനിക്ക് തോന്നി. തീർച്ചയായിട്ടും അത് CPM-ൻ്റെ രാഷ്ട്രവിരുദ്ധ നിലപാടുകൾ, ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടുകൾ ചർച്ചയിലേക്ക് വരാൻ കാരണമായി. അത് കോൺഗ്രസ്സുകാരടക്കം ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. അത് വരുംകാലങ്ങളിൽ സഭാ നടപടികളെ പലതരത്തിൽ സ്വാധീനിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.